UDFിന് അകത്തും പുറത്തും പ്രശ്നങ്ങളാണെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ പൊട്ടിത്തെറിയിലെത്തുമെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ. LDF സ്ഥാനാർത്ഥിയെ ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെച്ചു. അതുണ്ടാവും, ഇടതുമുന്നണിക്ക് ഒരാശങ്കയുമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി നിരവധി താല്പര്യങ്ങളുടെ ഉൽപ്പന്നമാണെന്ന് വിജയരാഘവനും ഇതിനോടകം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDFിൽ അന്തഃഛിദ്രങ്ങൾ രൂക്ഷമാണെന്ന് വ്യക്തമാകുന്ന ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ പുറത്തു വരുന്നത് പോലെയല്ല അവരുടെ അകത്തെ പ്രശ്നങ്ങൾ. എതിരാളിയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാകും LDF അവതരിപ്പിക്കുകയും ചെയ്യുക. സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ മണ്ഡല നേതൃയോഗങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും. സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലും ഉപതെരഞ്ഞെടുപ്പും നടക്കും. ഭരണത്തിൽ LDF ആയതുകൊണ്ട് അത് സ്വാഭാവികമാണ്. മൂന്നാമതും LDF വരിക എന്നതിലേക്കുള്ള നിർണായക ചുവടുവെപ്പാകും നിലമ്പൂർ. KPCC സെക്രട്ടറി ആയിരിക്കുന്ന ആളോട് ചർച്ചയ്ക്ക് പോകുമോ എന്ന ഇത് സംബന്ധിച്ച ചോദ്യത്തിനും വിജയരാഘവൻ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാരുടെ വലിയ സംഘത്തെ തന്നെയാകും പ്രചാരണത്തിനായി എത്തിക്കാൻ CPM നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി വിഭാഗങ്ങൾ താമസമാക്കിയിട്ടുള്ള ഇടങ്ങളിൽ പോലും ബൂത്ത് തല പ്രവർത്തനം നടത്തി വോട്ട് ഉറപ്പിക്കാനുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം ഇതിനോടൊപ്പം അണികൾക്ക് കൈമാറിക്കഴിഞ്ഞു. ഇതിനിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ആര്യാടൻ ഷൗക്കത്തിനെ രംഗത്തിറക്കി പ്രചാരണം കൊഴിപ്പിക്കാനുള്ള UDFിന്റെ നീക്കം തുടക്കത്തിലേ പാളി. AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിലുണ്ടായിട്ടും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയതുമില്ല. ആര്യാടൻ ഷൗക്കത്തിനെ കുഞ്ഞാലിക്കുട്ടിക്കും വലിയ മതിപ്പില്ല. ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന പ്രതീതി ജനിപ്പിക്കുക മാത്രമാണ് ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അൻവർ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പോലും ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായതായാണ് വിവരം. തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി നിൽക്കുന്ന UDF നേതൃത്വത്തെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി മാറുമെന്ന ടാഗ് ലൈൻ സൃഷ്ടിച്ച് വോട്ടർമാരെ കാണാനിറങ്ങുകയാണ് CPM നേതൃത്വം.